അമ്മ എനിക്ക് ഫ്രണ്ട്സിന്റെ ഒപ്പം കളിക്കാൻ പോണം. അയ്യോ മോള് പോണ്ടപ്പാ. അപ്പൊ അമ്മ മോനെ വിട്ടില്ല, എന്നെ മാത്രം എന്താ അമ്മ വിടാത്തെ? അയ്യോ മോനും ആൺകുട്ടിയല്ലേ, മോളൊരു പെൺകുട്ടിയല്ലേ. അവൻ പോയാലും പ്രശ്നമൊന്നുമില്ല. മോളെ അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വിടാൻ പറ്റുമോ? മോളെ ഇന്നാൾ അമ്മ പത്രത്തിനകത്ത് കാണിച്ചു തന്നില്ലേ, ഒരു പെൺകുട്ടിയെ പിടിച്ചോണ്ട് പോയതോ. അതുകൊണ്ട് അമ്മയ്ക്ക് പേടിയാ മോളെ വിടാൻ വേണ്ടിയിട്ട്. മോള് പെൺകുട്ടിയല്ലേ, മോൾ അങ്ങനെ എവിടെയും പോകണ്ട കേട്ടോ. മോള് വീട്ടിലിരുന്ന് കളിച്ചാൽ മതി. എനിക്ക് പെൺകുട്ടിയായി ജനിക്കണ്ടായിരുന്നു. പെൺപിള്ളേർക്ക് അങ്ങനെ കുറേ കാര്യത്തിൽ പരിധിയുണ്ട്. അങ്ങനെ അങ്ങ് തോന്നുമ്പോൾ പുറത്തിറങ്ങി നടക്കാനോ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കൊണ്ടിരുത്താനോ ഒന്നും പറ്റൂല. എല്ലാം നമ്മൾ തന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ തന്നെ ലാസ്റ്റ് ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് മോൾ അമ്മ പറയുന്നത് കേൾക്ക് കേട്ടോ. സങ്കടപ്പെടുകയൊന്നും വേണ്ട, സാരില്ല. അമ്മ കോളേജിൽ നിന്ന് ടൂർ പോകുന്നുണ്ട് അമ്മ, ഞാനും പോയിക്കോട്ടെ? എല്ലാരും പോകുന്നുണ്ട്. എന്തോ ടൂർ പോണോ നിനക്ക്? എത്ര ദിവസത്തെ ടൂറ്? 3 ദിവസത്തെ ടൂറാന്നാ പറഞ്ഞത്. അച്ഛനോട് ചോദിച്ചപ്പോ പൊയ്ക്കോന്ന് പറഞ്ഞു, അമ്മേനോടും കൂടെ ചോദിച്ചിട്ട്. അച്ഛൻ സമ്മതിച്ചമ്മേ, ഞാൻ പൊക്കോട്ടെ അമ്മ, പ്ലീസ് അമ്മ. അച്ഛൻ അങ്ങനെ പലതും പറയും, അത് കേട്ടേ നീ തുള്ളാൻ നിൽക്കണ്ട. അമ്മ ദീപ്തി നിമിഷമൊക്കെ പോകുന്നുണ്ട്, ഞാൻ മാത്രം എന്തായാലും പോകാണ്ടുള്ളൂ. ഞാനും കൂടെ പൊക്കോട്ടെ? ടൂറിനൊന്നും പോകാൻ പറ്റില്ല, അത് 3 ദിവസത്തെ ടൂറേ. ആൺപിള്ളേരും പെൺപിള്ളേരും എല്ലാരും കൂടെ ഒരുമിച്ച് മേളാങ്കമായിരിക്കും. പോകണ്ട പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട. അമ്മ ഇല്ലമ്മേ, ഞാൻ അടങ്ങി ഒതുങ്ങി പോയിട്ട് വരാം. ഞാൻ ബസ്സിന്റെ ഒരു മൂലയ്ക്ക് അടങ്ങി ഇരുന്നോളാം. ഞാൻ ബോയ്സിനോടൊന്നും സംസാരിക്കത്തേ ഇല്ല, അവരുടെ മിണ്ടത്തോ ഫോട്ടോ എടുക്കത്തോ ഒന്നുമില്ലമ്മേ. അപ്പൊ പ്രശ്നമില്ലല്ലോ. എന്റെ കയ്യിൽ നല്ലത് കിട്ടും കേട്ടോ, മിണ്ടാതെ അവിടെ ഇരുന്നു. നിന്നോട് ഞാൻ പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോകണ്ടെന്ന് തന്നെ അതിന്റെ അർത്ഥം. ആൺപിള്ളേരും പെൺപിള്ളേരും എല്ലാരും കൂടെ ഇപ്പൊ എന്നതൊക്കെയാ പിള്ളേർ കാണിച്ചു കൂട്ടുന്നത്, കെട്ടിപ്പിടിക്കലും ഉമ്മ വെക്കലും, എന്നിട്ട് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കില് ഇൻസ്റ്റാഗ്രാമിൽ അതും ഇതും, എന്നിട്ട് മനുഷ്യന്മാർ കണ്ടിട്ട് അതും ഇതും മനുഷ്യന്മാരെ കൊണ്ട് പറയിക്കാൻ വേണ്ടിട്ടല്ലേ. നിന്നെ കല്യാണം കഴിപ്പിച്ചു വിടും. അന്നേരം നിന്റെ കെട്ടുവന്റെ കൂടെ നീ എവിടെ വേണമെങ്കിലും പൊക്കോ, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. അതുവരെ അടങ്ങി ഒതുങ്ങി മനുഷ്യന്മാരെ കൊണ്ട് പറയിക്കാതെ മര്യാദയ്ക്ക് ജീവിച്ചോണം. കല്യാണം കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടി അമ്മയുടെ സമ്മതം വേണം. എന്റെ ദൈവമേ, എങ്ങനെയെങ്കിലും ഒരു മനുഷ്യന്റെ വായിന്ന് ഒരു പേരുദോഷം കേൾപ്പിക്കാതെ ഒന്ന് കെട്ടിച്ചൊരുത്തിനൊക്കെ ഏൽപ്പിക്കുന്നോണം വരെ കാരണവന്മാർക്ക് പെൺപിള്ളേരുണ്ടായ ടെൻഷൻ തന്നെയാ. ടെൻഷനോട് ടെൻഷൻ. പിന്നെ അച്ഛൻ പൊക്കോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞ അവള് വന്നേക്കുന്നു. അത് ഒരു ദിവസത്തെ ടൂറാണെങ്കിൽ പിന്നെ എങ്ങനെയും പോയിട്ട് വൈകുന്നേരം വരുമല്ലോ എന്നെങ്കിലും ഓർക്കാം. ഇത് 3 ദിവസത്തെ എന്ത് വിശ്വസിച്ചാ ഇവിടെ ഉണ്ടത്? ഇവിടെ എന്റെ കണ്ണും വെട്ടത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീയൊക്കെ എങ്ങനെയായിരിക്കും ദൈവത്തിന് അറിയാം. എന്നാലും പോകണ്ട. അമ്മ എനിക്കിപ്പൊ കല്യാണം വേണ്ടമ്മ, അവരോട് കാണാൻ വരണ്ടെന്ന് പറ, കുറച്ച് കഴിഞ്ഞിട്ട് മതി. പിന്നെ എപ്പ കല്യാണം കഴിക്കാൻ വേണ്ടിട്ടാ? കല്യാണപ്രായമൊക്കെ ആയി. 21 വയസ്സായില്ലേ? അതല്ലമ്മേ, പഠിച്ചിട്ട് എനിക്കൊരു ജോലി വാങ്ങിക്കണം, എന്നിട്ട് സ്വന്തം കാലിൽ നിന്നിട്ട് മതി കല്യാണം. ഒരു ജോലി ഇല്ലാണ്ട് നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് ഒരു വില ഉണ്ടാവില്ലെന്ന് കോളേജിൽ നിന്ന് ടീച്ചർ പറഞ്ഞത്. ഈ ജോലി ഉണ്ടെങ്കിലും അടുക്കളപ്പണി എടുക്കണം, ജോലി ഇല്ലെങ്കിലും പെണ്ണുങ്ങൾ അടുക്കളപ്പണി എടുക്കണം. എന്നാണേലും പെണ്ണുങ്ങൾക്ക് അടുക്കളയിൽ ഇറങ്ങാൻ നേരം ഉണ്ടായില്ല. നീ എന്തിനാ പഠിച്ച് ജോലി മേടിച്ചിട്ട് ജോലിക്കും പോണം അടുക്കളപ്പണി എടുക്കണം, എല്ലാം കൂടെ നീ വിട്ടുപോകും. അതിനും ഭേദം വല്ലയിടത്ത് അടുക്കളപ്പണി എടുത്ത് കെട്ടിയവന്റെ കാര്യം നോക്കി മക്കളുടെ കാര്യം നോക്കി ഇരിക്കുന്നതാ. ഇപ്പൊ എന്റെ കാര്യം തന്നെ നോക്കിക്ക്, എനിക്ക് വല്ല ജോലിയുണ്ടോ? എനിക്കിവിടെ എന്തെങ്കിലും കുറവുണ്ടോ? കഴിക്കാൻ ഭക്ഷണമുണ്ട്, ഉടുക്കാൻ നല്ല വസ്ത്രമുണ്ട്, ഒരു കുറവുമില്ലല്ലോ. ആ അതുകൊണ്ട് അതുപോലെയൊക്കെ അങ്ങ് ജീവിച്ചാൽ മതി. ഏതായാലും ഇത്രയൊക്കെ പഠിപ്പിക്കാനുള്ള കഴിവേ ഈ കുടുംബത്തിലുള്ളൂ. എന്തോരം പൈസ ഇപ്പൊ ഓരോ കോഴ്സൊക്കെ പഠിപ്പിക്കണമെങ്കിൽ. അതുകൊണ്ട് കെട്ടിയവരോട് പറ എന്തെങ്കിലും പഠിപ്പിക്കാൻ പറ. അല്ലെങ്കിൽ നിന്നെയൊക്കെ പഠിപ്പിച്ചാലും കെട്ടിച്ചെല്ലുന്ന വീട്ടിൽ അവർക്കല്ലേ ഗുണമുള്ളൂ. ഇപ്പൊ പെണ്ണുങ്ങളെ കെട്ടിച്ചു വിട്ടാൽ പിന്നെ സ്വന്തം അപ്പനും അമ്മയ്ക്ക് ഒരു ഉപകാരം ഇല്ലല്ലോ. അതുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ അവരോട് പഠിപ്പിക്കാൻ പറയണം. എന്നാണേലും ഇനി പഠിക്കാൻ പോകുന്ന കാര്യം ചിന്തിക്കണ്ട കേട്ടോ. ഇനി എന്നാന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞിട്ട് 21 വയസ്സ് വരെ മനുഷ്യൻ എങ്ങനെയാ വളർത്തിയത് എനിക്കറിയത്തുള്ളൂ. നീ പഴം വേണമെങ്കിൽ കൊണ്ട് കുറച്ച് തിന്നും. എനിക്കൊന്നും വേണ്ട പഴം. അമ്മേ, 11-ാം തീയതി ഞങ്ങളുടെ കോളേജിന്റെ ഗെറ്റ് ടുഗദർ ഉണ്ട്. അപ്പം നേരത്തെ തീരുമാനിച്ചതാ, വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഗ്രൂപ്പിനകത്ത് ഇന്നലെ തീരുമാനിച്ചത് 11-ാം തീയതി നടത്താന്ന്. കണ്ണൂര് വെച്ചിട്ടാ. അപ്പൊ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോ എന്നോട് പൊയ്ക്കോന്ന് പറഞ്ഞു. അപ്പം അമ്മേനോടും കൂടി ഒന്ന് പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു. 11-ാം തീയതി രാവിലെ തന്നെ ഞാൻ പോകും കേട്ടോ, കണ്ണൂർ വരെ എത്തണ്ടേ. അത് ശരി. അവനാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അവൻ പൊക്കോന്ന് പറഞ്ഞാൽ നീ അങ്ങ് പോവുമോ? ഇതൊന്നും വേണ്ടാത്ത ഏർപ്പാടാണ്. ഈ മുമ്പ് പഠിച്ച വേറെല്ലാരും കൂടി ഒരു വാട്സാപ്പിനകത്ത് ഗ്രൂപ്പ് ഉണ്ടാക്കലും പിന്നെ ഒരുമിച്ച് അങ്ങോട്ട് വിളിക്കലും കൂടലും, ഇതിന്റെയൊക്കെ ആവശ്യം എന്തിരിക്കുന്നു? ഇങ്ങനെയൊന്നും ഇവിടെ ഈ കുടുംബത്തിന് നടക്കുകയല്ല. അങ്ങനെയൊന്നും പോകേണ്ട കാര്യവും ഇല്ല.
ഇപ്പൊ ആവശ്യത്തിന് ഫോണിൽ കൂടെ മെസ്സേജ് അയക്കുന്നൊക്കെ ഉണ്ടല്ലോ, അത് തന്നെ ധാരാളം. ഇനി അങ്ങോട്ട് പോയി അതും കണ്ണൂര് വരെ പോണെങ്കിൽ എന്ത് ദൂരം ഉണ്ട് ഇവിടുന്ന്. ഒരു കാര്യം ചെയ്യും, നീ വരികയല്ലെന്നങ്ങ് പറഞ്ഞേക്ക്. ഇവിടെ ഒരു 100 കൂട്ടം പണിയുണ്ട്, കാര്യങ്ങളും ഉണ്ട്, എല്ലാം ഉണ്ട്. ഇനി ഒരുമിച്ച് കൂടാനും കൂടെ പോകാനിട്ടാ. അവനൊരു പാവമാ. അവൻ എന്നാ പറഞ്ഞാലും ആ ആയിക്കോട്ടെ എന്നങ്ങ് പറയും. വീണ്ടും വിചാരം ഇല്ലാത്തൊരു ചെറുക്കനാ. ആ, അത് ഞാൻ വിടിയല്ലെന്നങ്ങ് പറഞ്ഞേക്ക്. അവനെന്നാ പറയുന്നേ നോക്കട്ടെ. എന്നെ പോലെ സ്വാതന്ത്ര്യം ഇല്ലാതെ ജീവിക്കുന്ന എത്ര പെൺകുട്ടികളുണ്ട്. എന്റെ ജീവിതത്തിൽ എനിക്ക് സ്വാതന്ത്ര്യം തരാത്തത് പെണ്ണ് തന്നെയാ. ഒരു സ്വാതന്ത്ര്യം ഇല്ലാതെ എന്റെ അമ്മ എന്നെ വളർത്തിയത്. ഇപ്പൊ ദേ അമ്മായിയമ്മേ. എന്താ അല്ലേ? ഒരു കണക്കിന് പറഞ്ഞ പല വീടുകളിലും പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാത്തത് പെണ്ണുങ്ങൾ തന്നെയാ, അല്ലാതെ ആണുങ്ങളല്ല.